ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക പങ്കുചേർന്നേക്കുമെന്ന റിപ്പോർട്ട് ശക്തമാകുന്നതിനിടെയാണ് മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നും അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും നീങ്ങി തുടങ്ങിയതായുള്ള വാർത്ത വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ വിവിധ രാജ്യങ്ങളിലായി 19 സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേർന്നാൽ ഈ സൈനിക താവളങ്ങളിലേക്ക് ഇറാനിൽ നിന്നോ ഹൂതികളുടെ ഭാഗത്തു നിന്നോ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് ആശങ്ക. ഈ സാഹചര്യത്തിലാണ് US യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നിന്നും യുദ്ധസന്നാഹങ്ങൾ മാറ്റിയതായും റിപ്പോർട്ടുണ്ട്. ബഹ്റൈനിലെ നാവികതാവളത്തിൽ നിന്നും US യുദ്ധക്കപ്പലുകൾ മാറ്റിയതായും സൂചനയുണ്ട്. മാത്രമല്ല, ഫൈറ്റർ ജെറ്റുകൾക്ക് കടലിൽ വെച്ചും ആകാശത്ത് വെച്ചും ഇന്ധനം നിറയ്ക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും അമേരിക്ക ഒരുക്കുന്നതായാണ് റിപ്പോർട്ട്. ഇറാഖ്, യമൻ, കുവൈറ്റ്, ബഹ്റൈൻ മേഖലകളിലാണ് ഇപ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത്. ഇതിനിടെ ഇരുപക്ഷവും ചർച്ചയ്ക്ക് തയ്യാറാക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ആണവ ചർച്ച പുനരാരംഭിച്ച് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഖത്തറിന്റെ നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, ദുബായ്.